നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് പ്രദേശത്തുണ്ടായ തീപിടുത്തത്തിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചു. തീപിടുത്തമുണ്ടായ പാർക്കിംഗ് പ്രദേശത്ത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് നിയമങ്ങളുടെ ലംഘനമുണ്ടായെന്നാണ് കണ്ടെത്തൽ. 7 ദിവസത്തിനകം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് നോട്ടീസിൽ പറയുന്നു. തീപിടുത്തത്തിൽ നിരവധി ബൈക്കുകളാണ് കത്തിയത്. ഞായറാഴ്ച രാവിലെ 6:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം ഗേറ്റിലുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ചലച്ചിത്ര നടൻ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. പാലക്കാട് ഞാങ്ങിട്ടിരിയിലെ വസതിയിൽ വെച്ചായിരുന്നു മരണം. സംവിധായകനും നടനുമായ മേജർ രവി സഹോദരനാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ. പുലിമുരുകൻ, പുനരധിവാസം, അനന്തഭദ്രം, ഒടിയൻ, കീർത്തിചക്ര, വെട്ടം, ക്രേസി ഗോപാലൻ, കാണ്ഡഹാർ, തന്ത്ര, 12 മാൻ തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മേജർ രവി, ഷാജി കൈലാസ്, VK പ്രകാശ്, സന്തോഷ് ശിവൻ തുടങ്ങി നിരവധി സംവിധായകരുടെ ചിത്രങ്ങളിലായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വർണ്ണവില വീണ്ടും 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. സ്വർണം ഗ്രാമിന് 145 രൂപ വർദ്ധിച്ച് 12,595 രൂപയായി. ഇതോടെ 1 പവൻ വില 1,760,000 രൂപയുമായി. കഴിഞ്ഞയാഴ്ച സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. പിന്നാലെ വില ഘട്ടം ഘട്ടമായി തിരിച്ചുകയറുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വെനസ്വേലയിലെ അമേരിക്കൻ സൈനിക നടപടിയടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഉയരാൻ കാരണം. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ടയെ ജയിലിലാക്കി. വലപ്പാട് തിരുപഴഞ്ചേരി മനക്കെട്ടുപടി വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന അഖിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഡിസംബർ 24-ന് ജില്ലയിൽ പ്രവേശിച്ചിരുന്നു. കൂടാതെ ചേർപ്പ് വല്ലച്ചിറ ബിവറേജ് ഷോപ്പിന്റെ അടുത്ത് ലോട്ടറി കച്ചവടം ചെയ്തുവരുന്ന ചെന്നല്ലിപ്പറമ്പിൽ വിശാഖിന്റെ ഫോൺ കൈക്കലാക്കി കൊണ്ടുപോയ കേസിലും ഇയാൾ ഉൾപ്പെട്ടിരുന്നു. തുടർന്നാണ് അഖിലിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അഖിൽ കാട്ടൂർ, വലപ്പാട്, നെടുപുഴ പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും കഞ്ചാവ് ഉപയോഗിച്ച ഒരു കേസും ഒരു മോഷണ കേസുമടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർ KS സുബിൻ, GASI ഷീജ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്, റെൻസൻ, മുഹമ്മദ്, പ്രതുൽ, പ്രിയൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാനില്ലെന്ന പ്രസ്താവന മണിക്കൂറുകൾക്കുള്ളിൽ തിരുത്തി മന്ത്രി ശിവൻകുട്ടി. ഇത്തവണ നേമത്ത് മത്സരിക്കാനില്ലെന്നായിരുന്നു V. ശിവൻകുട്ടി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് മന്ത്രി തന്നെ ഇക്കാര്യം തിരുത്തുകയായിരുന്നു. നേമത്ത് മത്സരിക്കുമെന്നോ ഇല്ലെന്നോ താൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ചിലർ ഇതിൽ മനഃപൂർവ്വം ആശയക്കുഴപ്പം ഉണ്ടാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. നേമം മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മറ്റു ചില പാർട്ടികൾ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് നേമത്ത് ഞാൻ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരാവകാശങ്ങൾ എനിക്കില്ല. എന്ന് മാത്രമല്ല, ഞാൻ 3 പ്രാവശ്യം അവിടെ മത്സരിച്ചു. ഒരു പ്രാവശ്യം രാജഗോപാലിനെ പരാജയപ്പെടുത്തി, മറ്റു പ്രാവശ്യം നമ്മുടെ കുമ്മനം രാജശേഖരൻ സാറിനെ പരാജയപ്പെടുത്തി, ഒരു പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു. ഇത് അവിടുത്തെ നിയമത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ 2-3 ടേമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നാണ് പറഞ്ഞത്. അത് അല്ലാതെ നിയമത്തിൽ ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് വെച്ച് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ്
അതിൽ നേമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നേമത്ത് മാത്രമല്ല, കേരളത്തിൽ എൽ ഡി എഫും CPM മത്സരിക്കുന്ന ഏത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. വെനിസ്വേലയിൽ അധിനിവേശം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ജീവിത പങ്കാളിയെയും തട്ടിക്കൊണ്ടുപോയ US നടപടിയെ അപലപിച്ച് CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം നടത്തി. തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം VS പ്രിൻസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷനായി. പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, അളഗപ്പ നഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ് എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,595 രൂപ, പവന് 1,760,000 രൂപ. പുതുക്കാട് കടലാശ്ശേരി മാണിക്കുട്ടിയെ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാധയാണ് ഭാര്യ. മനോജ്, സനോജ്, ഷിനോജ് എന്നിവർ മക്കളും വർഷ, നീതു, ഇന്ദു എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുരം നെല്ലിശ്ശേരി ചെതലൻ അന്തോണി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ആറ്റപ്പള്ളി സെന്റ് മേരീസ് പള്ളിയിൽ. വർഗീസ്, ജോസഫ്, ജെസി, ലിസ, പരേതനായ ഡേവിസ് എന്നിവർ മക്കളും ഷീല, മേരി, ബേബി, സൈമൺ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.